വിദേശത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെ കേരളം ഇന്ത്യയൊക്കെ എന്താ, ഇന്ത്യക്കാരെ തന്നെയാണ് പറയുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു ഇതൊരു വളരെ കയോസാണല്ലോ. ഞാൻ പറഞ്ഞു അതില്ലേ, ഞങ്ങൾക്ക് ഉറക്കം വരില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും ഒരു മൊത്തത്തിൽ കുറേ വേസ്റ്റ് അവിടെ വാരിയിട്ട് ട്രാഫിക്കിൻ്റെ അകത്ത് ഇനി റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നീന്തിന് വരെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പാമ്പാന്ന് ബോംബടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കിട്ടുന്നൊരു സുഖമുണ്ട്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ മലയാളികൾ ഇന്ത്യയിൽ വരുന്നതിന് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. മോന് ഞങ്ങളിട്ട പേര് മൽഹാർ എന്നായിരുന്നു. ഇപ്പം 4 വയസ്സായപ്പോൾ സാറി സൂചിപ്പിച്ചതുപോലെ തന്നെ അവന് വേറൊരു പേര് വെക്കണമെന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രാണേഷ് എന്നാണ് അവൻ്റെ പേര്. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവൻ സ്വയം പ്രാണേഷ് എന്നാണ് അവൻ്റെ നാമകരണം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ലോൺ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിവോൾവ് അറൗണ്ട് മിഡിൽ ക്ലാസ്. റിച്ചിന് ലോൺ വേണ്ട, പൂർണ്ണ ലോൺ കൊടുക്കില്ല, മിഡിൽ ക്ലാസ്സിന് മാത്രമായിരിക്കും ലോൺ കിട്ടുക. ആൻഡ് ദെൻ ഹൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാശ് കടം കൊടുക്കൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അവർക്ക് ടൈറ്റ് ആകുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കാശ് ഒരെണ്ണം പോലും തിരിച്ചു തരാറില്ല. ആരോടും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, പോലീസുകാർക്ക് പൈസ തിരിച്ചിരുന്നില്ല. സാറ് കൊടുത്തിട്ട് പോലും സാറിന് തിരിച്ചു കൊടുത്തിട്ട് പോലും കൊടുത്തിട്ട് തിരിച്ചു തന്നിട്ടില്ല. മധ്യവർഗത്തിൽ പെടുന്ന നമ്മൾ ഓരോ ഉപഭോക്താവും എന്തൊക്കെയാണോ അതൊന്നുമല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത് നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകാൻ എന്ന് ഈ ലോക വിപണി എന്നുള്ളത് നമ്മളെങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് കൂടുതൽ ചെലവഴിപ്പിക്കുകയാണ് ശരിക്കും മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. I think I have 2 loans, housing loans, but it is not a hustle, but ഒരു big എൻ്റെ പരിധിക്കപ്പുറത്തേക്കുള്ള ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല. ബാക്കി കിട്ടുന്നത് കൂടി ചിലവഴിക്കുന്ന പ്ലാൻ ചെയ്താൽ മതിയല്ലോ. ബട്ട് ഐ ആം സഫീഷ്യൻ്റ്ലി റിച്ച് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ ആം ഗെറ്റിംഗ്. IAS ആയി എന്ന് പറയുമ്പോഴും ആളുകൾ ആദ്യം വിചാരിക്കുക IAS IPS എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശമ്പളമൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളെ വിഷമം ചിരിച്ച് കളയണം. ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാലും, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന്. അത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് തീർക്കണം എന്നുള്ള ഒരു രീതിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഗുഡ് ഈവനിങ് എവരിവൺ. മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 7ാമത്തെ എഡിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജാൻ 29 മുതൽ ഫെബ്രുവരി 1 വരെ കനകക്കുന്നിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു കർട്ടൻ റൈസർ പ്രോഗ്രാമാണ് ഈ ഒരു ചർച്ച. പല ജില്ലകളിലായിട്ട് നടന്നു വന്ന ഈ ചർച്ച ഫൈനലായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് എത്തി നിൽക്കുകയാണ്. ഡബിൾ സ്ട്രോങ് കടുപ്പത്തിലൊരു ചർച്ച പവേർഡ് ബൈ കൊശമറ്റം ഫിനാൻസ്. ഒരു ക്ലാപ്പടി പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് പ്രഷർ കുക്കർ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രഷർ ചിലപ്പോൾ ചെറുതായിട്ട് കൂടാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രംകാർ പൊതുവെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജീവിതമാണ് നയിക്കാറുള്ളത് എന്ന് പൊതുവെ ഒരു സംസാരം, ഞാൻ പറയുന്നതല്ല കേട്ടോ, പൊതുവെ ഉള്ളൊരു സംസാരമാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ തന്നെ മെൻ്റൽ പ്രഷർ കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ കുടുംബം നോക്കണം, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ജീവിച്ചു പോകണം. പിന്നെ ഒരു പഠിത്തം, നമ്മളിപ്പോൾ ഒരു പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് അറിയാം. ഞാനും സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. വിത്ത് ഇൻട്രസ്റ്റോടെ ഞാൻ അടച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കല്യാണം ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയ്ക്ക് ഏകദേശം ഒരു 12-10 ലക്ഷത്തോളം ചിലവാക്കിയിട്ടാണ് എൻ്റെ കല്യാണം. അതും കുറേ അധികം കഷ്ടപ്പാടുകളുണ്ട് എൻ്റെ ഇടയിൽ. വീട് വെക്കൽ ഇതുവരെ വെച്ചില്ല, ഭാഗ്യത്തിന് വെക്കണം. വീട് വെക്കൽ പരിപാടി, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും. അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് നമ്മളോടൊപ്പം 3 ഗസ്റ്റുകളാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യമേ ഇൻവൈറ്റ് ചെയ്യുന്നു P. വിജയൻ IPS സർ. കാഞ്ഞങ്ങാട് ASP ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പല ജില്ലകളിലായിട്ട് ജില്ലാ പോലീസ് മേധാവിയായി, അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട പല കാര്യങ്ങളിൽ തുടക്കക്കാരൻ, അതായത് SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് 11,000 സ്റ്റുഡൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. 2 ലക്ഷം പ്ലസ് സ്റ്റുഡൻസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന പ്രോജക്റ്റ് അത് ചെയ്തു. അതും ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഡ്രഗ് എഫേർട്ട്, ഈ എഫേർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവേ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അതിന് മുന്നോടിയായിട്ട് ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ് നമ്മുടെ വിജയൻ സാർ. ഹാർഡ് വർക്ക് ആൻഡ് മാനിഫെസ്റ്റോയിലൂടെ കയറി വന്ന ഒരു മഹത് വ്യക്തി നമ്മുടെ വിജയൻ സാറിനെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ദിവ്യ, വിമൽ, ജർമായിൻ, പ്രിയ സുഹൃത്തുക്കളെ, ഈ ജീവിതം എന്ന് പറഞ്ഞത് തന്നെ സത്യത്തിൽ മൊത്തത്തിൽ പ്രഷർ മൗണ്ട് ചെയ്യിക്കലാണ് പണി. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, ഈ പണ്ട് റൂസോ നിങ്ങൾ കേട്ടിരിക്കും, ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എവിടെയും ചങ്ങലകളാൽ ബന്ധിതനാണ്. ഞാനതിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് മനുഷ്യൻ തടവറകൾ സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. ഒരു തടവറയിൽ നിന്നും വേറൊരു തടവറയിൽ അവസാനം ഏതൊക്കെയോ കൂടിയിട്ടൊരു വലിയ തടവറയിൽ ഒന്നും അല്ലാതെ ആയിത്തീരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആദ്യകാലത്ത് ജീവിതത്തിൻ്റെ തടവറ നമുക്ക് വേണ്ടി മറ്റുള്ളവർ സൃഷ്ടിക്കും, പിന്നെ നമ്മൾ സ്വയം സൃഷ്ടിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കും. ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 24-28 ഒരു നൂല് കിട്ടും. അതോടുകൂടി മതം നിശ്ചയിക്കപ്പെടും, അല്ലെങ്കിൽ സുന്നത്ത് കഴിക്കും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പേരിടുമ്പോൾ ഞാനൊക്കെ വിചാരിക്കുന്നത് സുന്ദരൻ എന്നുള്ള പേരിടണമെന്നായിരുന്നു. എൻ്റെ അച്ഛനിട്ടിരിക്കുന്നത് വേറെയാണ്. അങ്ങനെ നമ്മൾ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കാരണം ഓരോരോ ഘട്ടത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ പേരുകളല്ലേ ഇടാൻ പറ്റുക. ചില സമയത്ത് നമ്മൾ പരാജിതനായിരിക്കും, പക്ഷെ പേര് മാറ്റാൻ പറ്റും. ചില സമയത്ത് ആനന്ദഭരിതനായിരിക്കും, പക്ഷെ അത് മാറ്റാൻ പറ്റില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, നമ്മളോട് പറയും തറ പഠിച്ചതിന് ശേഷം പറ പഠിച്ചാൽ മതിയെന്ന് സ്കൂളിൽ. പിന്നെ ഞാനൊക്കെ നോക്കുന്ന സമയത്ത് 8ന്റെ പകുതി 0 കാണാറുണ്ട്, ചിലപ്പോൾ 3 കാണാറുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞത് 4 എന്നാണ്. 2 4 പറയാം. ചിലപ്പോൾ രണ്ട് സിറ്റുവേഷൻ കൂടി ചേരുമ്പോൾ പലതായി പോകും. അങ്ങനെ പോയി നമ്മൾ കോളേജിലെത്തുന്നു. പിന്നെ ഒരു തടവറ എന്ന് പറഞ്ഞാൽ ജോലിയിലേക്ക് പോകുന്നു. ഇപ്പോൾ പോലീസാണെങ്കിൽ ഞങ്ങളുടേതായിരിക്കുന്ന ചട്ടവട്ടങ്ങൾ അതിൻ്റെ കൂടത്തിൽ നിൽക്കണം. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വേറൊരു സ്ഥലത്തായിട്ട് വേറെ പോകുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ. പിന്നെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റില്ല, എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ അകത്ത് വരും. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, ഒരു ഘട്ടത്തിൽ എൻ്റെ അച്ഛനമ്മമാർ, അധ്യാപകരൊക്കെ കൂടി ഒരു സമൂഹം എല്ലാം കൂടി എനിക്കൊരു തടവറ ഉണ്ടാക്കി. പിന്നീട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ സ്വന്തം ജോലി തിരഞ്ഞെടുത്തും പഠനം തിരഞ്ഞെടുത്തും അങ്ങനെ ഞാൻ എനിക്ക് തടവറ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന മറ്റുള്ളവർ എൻ്റെ മകനോട് പറഞ്ഞ് നീ ഇത് പഠിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ പഠിക്കുന്നവരോട് കൂട്ടി കൊണ്ടുപോയി. അവനും ഞാൻ തന്നെ പേരിട്ടു, അവനെയും സ്കൂളിൽ ചേർത്തി. അവനും ഞാൻ എന്താണ് 4 8ന്റെ പകുതി 0 ആക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെയാണ് ശരിക്കും എല്ലാ ആളുകളും അതാ ചെയ്യുന്നത്. ഇത് മിഡിൽ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് മോർ ഓഫ് എ ഫിനാൻഷ്യലായി മാറുന്നു. അതായത് ഫിനാൻഷ്യലും കമ്മിറ്റ്മെൻറ്റും. അതിപ്പോൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകം. ജെൻസിയിലൊക്കെ എത്തുമ്പം ഈ പറഞ്ഞ ഒന്നും വേണ്ട, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് ആണ്, എന്നും അവസാനിക്കുന്നില്ല. കല്യാണം എന്ന് പറഞ്ഞ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല, വീടിൻ്റെ കാര്യം തന്നെ അവർക്ക് താല്പര്യം. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിൽ എത്തുമ്പം ഈ തടവറകൾ കൂടി വരികയാണ്. തടവറകൾ കൂടി വരുന്നത് എന്താ വെച്ചാൽ അവരടുത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫ്രീഡം എന്ന് പറഞ്ഞ് താരതമ്യേന കുറവാകുമ്പോൾ, ആഗ്രഹങ്ങൾ വലുതായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും വേറൊരു ഇൻസ്റ്റാൾമെൻറ്റ് ഏജൻറ്റിലേക്ക് പോയിക്കൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊരു ഡെമോൺസ്ട്രേഷൻ സിൻഡ്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലായാലും എത്തിപ്പിടിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് കാണുകയും, പ്രൊക്യൂർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും, പണിതുന്ന വീടുകളുടെ കാര്യത്തിലായിരുന്നാലും, ഇടുന്ന വസ്ത്രങ്ങളെ കൂടുതലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ കണ്ടെത്തുന്നൊരു പ്രഷറിൽ നിന്നും ആനന്ദം കണ്ടു. ഞാൻ തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം വിദേശത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കേരളം ഇന്ത്യയൊക്കെ എന്താ, ഇന്ത്യക്കാരെ തന്നെയാണ് പറയുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു ഇതൊരു വളരെ കയോസാണല്ലോ. ഞാൻ പറഞ്ഞു അതില്ലേ, ഞങ്ങൾക്ക് ഉറക്കം വരില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും ഒരു മൊത്തത്തിൽ കുറേ വേസ്റ്റ് അവിടെ വാരിയിട്ട് ട്രാഫിക്കിൻ്റെ അകത്ത് ഇനി റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നീന്തിന് വരെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പാന്ന് ബോംബടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കിട്ടുന്നൊരു സുഖമുണ്ട്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ കിട്ടുന്ന മലയാളികൾ ഇന്ത്യയിൽ വരുന്നതിന് എന്തിനാണെന്നോ, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും ബേസിക്കലി ബൈ ബർത്ത് ടു ഡെത്ത് എവരി വൺ ഇറ്റ്സ് ഇൻ ദ ആക്ച്വലി നെട്ടോട്ടം മൂടുകയാണ് തടവറകൾ ഉണ്ടാക്കാൻ. ആ തടവറകൾ കാരാഗ്രഹങ്ങൾ കല്ലുകൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ ഭീകരമാണ്. കല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ, അതിൻ്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റും. പക്ഷെ മനസ്സുകൊണ്ടുണ്ടാക്കുന്നതിൻ്റെ പ്രശ്നവും ദറ്റ് കനോട്ട് ബി കം ഔട്ട് ഓഫ് ദാറ്റ് വൺ. കാരണം സോ ഇൻറ്റൻസ് ആൻഡ് സോ ടെറിഫയിങ് ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഐ ഓൾസോ യൂസ് ടു ക്രിയേറ്റ് ദിസ് വാൾസ് അറൗണ്ട് മീ. നെക്സ്റ്റ് നമ്മളെ ദിവ്യ സർ മാമിനാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. IAS കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന 2014 അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് കോട്ടയത്ത്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത് മാമിൻ്റെ ജീവിതത്തിൽ ആദ്യ റേഡിയോ ഇൻ്റർവ്യൂ, അതും ക്ലബ് FM, അതും ഞാനാണ് ആ ഇൻ്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നത്.
മാം വന്നു, നമ്മൾ ഭയങ്കര രസമായിട്ട് കുറേ സംസാരിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിൽ അതിന് ശേഷം മാമിനെ വിളിച്ച മാം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. അങ്ങനെ നമ്മൾ മാക്സിമം ശല്യം ചെയ്യുന്ന രീതിയിലൊക്കെ മാക്സിമം ശല്യം ചെയ്യുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് വളരെ രസമായിട്ട് തന്നെ മാം നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് തരുമായിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണെന്ന് അറിയില്ല, ചുമ്മാ ജസ്റ്റ് കിട്ടി, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയതായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഐശ്വര്യമായിരുന്നു അതിനുശേഷം. അപ്പോൾ 2016 സ്വീപ്പ് നോഡൽ ഓഫീസർ, അതുപോലെ തന്നെ 2021 പത്തനംതിട്ടയുടെ ഡിസ്ട്രിക്ട് കളക്ടറായി, ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ട് ഡയറക്ടർ, പിന്നെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി കൂടെയാണ് നമ്മുടെ ദിവ്യ ചേർമാൻ. ഈ ഒരു ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഒത്തിരി സന്തോഷം. വീണ്ടും മാഹിനെ എപ്പോൾ കണ്ടുമുട്ടിയാലും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഉത്തരം പറയേണ്ടത്, അതല്ലാതെ ഒരാളിനെ കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് ശരി, അതെനിക്ക് തോന്നി, അതുകൊണ്ടാണ് നേരത്തെ സാറ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മഹിൻ്റെ മുഖഭാവം ഒന്നും മാറി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചത്. താങ്ക് യു. ഇനി നമ്മുടെ ജെൻ റോബോട്ടിക്സ് CEO വിമൽ ഗോവിന്ദനാണ് ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നത്. പാലക്കാട് MES കോളേജിൽ BTech കംപ്ലീറ്റ് ചെയ്ത് സ്വന്തമായിട്ട് അങ്ങനെ അനിയനും ചേട്ടനും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു സംഭവമാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ അറിയപ്പെടുന്ന കമ്പനിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജെൻ റോബോട്ടിക്സ്. അപ്പോൾ എന്തായാലും വെൽക്കം ചെയ്യാണ് ഈ ഒരു ചർച്ചയിലേക്ക്. വിമൽ, മിഡിൽ ക്ലാസ് പ്രഷർ കുക്കർ, നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ എന്താണ് മാമിന് എന്താണ് ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങൾ കാണുമായിരിക്കുമല്ലോ, എന്തായിരിക്കും അത്? ഇപ്പോൾ സാറ് സൂചിപ്പിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സാറിപ്പോൾ പേരിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മഹീനറിയായിരിക്കുമെങ്കിലും എനിക്കാദ്യം ഈ പറഞ്ഞ തടവറകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മോചിതരാകേണ്ടത് എന്നുള്ള ഒരു നിരന്തര പരിശ്രമമാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ മോന് ഞങ്ങളിട്ട പേര് മൽഹാർ എന്നായിരുന്നു. അപ്പോൾ 4 വയസ്സായപ്പോൾ സാറി സൂചിപ്പിച്ചതുപോലെ തന്നെ അവന് വേറൊരു പേര് വെക്കണമെന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രാണേഷ് എന്നാണ് അവൻ്റെ പേര്. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവൻ സ്വയം പ്രാണേഷ് എന്നാണ് അവൻ്റെ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 വർഷമായിട്ട് അവൻ്റെ പേര് പ്രാണേഷ് എന്നാണ്. അങ്ങനെ ചെറിയ രീതികളിൽ ഈ സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, അല്ലെങ്കിൽ സാർ ഈ പറഞ്ഞ പോലെ ഈ തടവറകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മോചിതരാകേണ്ടത് എന്നുള്ള ഒരു ചിന്താശകലം എവിടെയോ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വിത്ത് പാകാനായിട്ട് നമുക്കിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് വി തിങ്ക് ഇറ്റ് ഈസ്. പക്ഷേ തീർച്ചയായിട്ടും ഈ പറയുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ പറയും ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് അക്ഷമത്വമാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഭയങ്കര അക്ഷമരാണ്. ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തുമുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവ സവിശേഷത അല്ല. നമുക്ക് ഈ പറഞ്ഞ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളൊരു അക്ഷമത്വം തീർച്ചയായിട്ടും എന്നുമുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ്. ബാലാമണിയമ്മയുടെ ഒരു കവിതയിൽ പറയുന്ന ഒരു വരിയുണ്ട്, സന്തതം മർത്യനെ മേൽപോട്ട് ഉന്തുമീ അക്ഷമത്വം എന്ന്. മനുഷ്യനെ മേൽപോട്ട് ഉന്തിക്കൊണ്ടിരിക്കുന്നത് ഈ അക്ഷമത്വം തന്നെയാണ്. അപ്പോൾ അത് വേണം. അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു സവിശേഷതയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതലുള്ളത്. ഒന്നിലും സംതൃപ്തരാകാതെ അടുത്തതിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകാനുള്ള ഒരു അക്ഷമത്വം എന്നുള്ളത്. പക്ഷേ ആ അക്ഷമത്വത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വീണ്ടും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ പിക്കോ അയ്യർ ആണ്. അപ്പോൾ പിക്കോ അയ്യറിൻ്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്, യു ക്യാൻ അഫോർഡ് ടു ബി റെസ്റ്റ്ലെസ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. റെസ്റ്റ്ലെസ്നെസ് ഇസ് എ ഗുഡ് തിങ്, ബട്ട് യു കനോട്ട് ബി റൂട്ട്ലെസ് എന്നുള്ളത്. നിങ്ങൾ അക്ഷമത്വം നിങ്ങൾക്കുള്ളപ്പോഴും നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിരിക്കുമ്പോഴും വേരുകൾ അറ്റുപോകാതെ നോക്കണം എന്നുള്ളത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മധ്യവർഗ്ഗക്കാർക്ക് പലപ്പോഴും വേണം എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിനിടയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് രണ്ടിനും ഇടയിലാണ് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പാച്ചിലുകളും ഉൾക്കൊണ്ട് നിൽക്കുന്നത്. ഈ വേരുകൾക്കും ഈ പറയുന്ന ചിറകുകൾക്കും ഇടയിലുള്ള ഒരു ഭാഗമാണ് നമ്മളെന്നാണ് എനിക്ക് തോന്നുന്നത്. വിമല ഒരു വലിയ കമ്പനിയാണ് ഇപ്പം തോളിലെടുത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട്
സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ എല്ലാ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പറയുന്ന ഒരു സാധനമാണ്, ഞാനൊന്നും ഒരിക്കലും ഒരു കമ്പനി ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ നോർമൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും എത്തുക, നല്ല രീതിയിൽ പഠിക്കുക, ഒരു ജോലി കിട്ടുക, അവിടെ എൻഡ് ചെയ്യുക. അവിടെ നിന്നൊരു കമ്പനി എന്ന് പറയുന്നതൊന്നും അവർക്ക് ദഹിക്കില്ല. ഇതിനെങ്ങനെയാണ് ഫങ്ഷൻസ്, അത്രയും അൺസർട്ടനിറ്റീസ് ഒരിക്കലും മിഡിൽ ക്ലാസ് എടുക്കില്ല. അപ്പോൾ പ്രഷർ ഇല്ലാത്ത ജീവിതത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. നല്ല പ്രഷർ ഇല്ലാത്ത ജീവിതമായിരുന്നു ഏകദേശം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയി. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കും സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ഫ്ലോയിൽ അങ്ങ് പെട്ടു. ആ ഫ്ലോയിൽ അങ്ങ് പെട്ട് പിന്നെയാണ് ഈ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു മറ്റേ സൈഡിലേക്കുള്ള ഒരു യാത്ര ജീവിതം കൊണ്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് രണ്ട് സൈഡും മനസ്സിലാവുന്നുണ്ട്. അതാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. You can also understand the higher side people and lower side people. So the bandwidth to go into the top and bottom is an opportunity for the middle class. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. പക്ഷേ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ആളുകൾ ആ ഒരു രീതിയിലേക്ക് അതിനെ മനസ്സിലാക്കാനോ അതിലേക്ക് മൂവ് ചെയ്യാനോ ശ്രമിക്കുന്നതിന് പകരം ദേ ട്രൈ ടു ബി ഇൻ എ കംഫർട്ട് സോൺ ഓഫ് സ്റ്റെബിലിറ്റി. ഇതാണ് നോർമലി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. കാരണം ഒരിക്കലും ഒരു കമ്പനി നടത്താൻ പറ്റില്ല എന്നുള്ള അതിനെക്കുറിച്ച് ഒരു ചിന്താഗതി പോലും എഞ്ചിനീയറിംഗ് വരെ ഉണ്ടാവാത്ത എനിക്ക് ഇപ്പോൾ ഒരു 10-400 പേരുള്ള ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 7 yearsൽ എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു മിഡിൽ ക്ലാസ്സിനും ഉണ്ടാകാൻ പറ്റുന്നൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഐ ഫീൽ പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇവൻറ്റ് കൂടി പറയാം. ഞാൻ റീസെൻ്റ്ലി ഐ വാസ് തിങ്കിങ് വി ആർ ഡൂയിങ് വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ റീസെൻ്റ്ലി ഐ വെൻറ്റ് ഇൻ ടു UAE. അവിടെ ഒരു എയർ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. എയർ ഷോ എന്ന് പറഞ്ഞാൽ വി ആർ വൺ ഓഫ് ദ കമ്പനി who is now onboarded by UAE Space Agency for space and defense related engineering manufacturing kind of thing. അല്ലെങ്കിൽ we are one of the only 2 companies are there in that particular thing, and 2 are Kerala companies. One is another company which is from again Trivandrum called Hex എന്ന് പറഞ്ഞൊരു company, and then we are the second company who is into that. അപ്പോൾ we were there and we are seeing all that kind of an advancement, spacecraft, missiles, a lot of things. ആൻഡ് അത് കാണുമ്പോൾ അവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ US ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ, ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് പീപ്പിൾ ആൻഡ് അസ് ഈസ് ദാറ്റ് വി ഡു നോട്ട് ഗെറ്റ് ദാറ്റ് എക്സ്പോഷ്യർ. അതായത് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ടൈം ലൈനിൽ വി ഡു നോട്ട് ഹാഡ് ദാറ്റ് എക്സ്പോഷ്യർ. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് അസ്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ വി ഫീൽ ലൈക്ക് മിസ്ഡ് ഔട്ട്. ഒന്നുകൂടി കുറച്ചുകൂടി മുന്നേ വേൾഡ് ഒക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചിന്താഗതി ഭയങ്കരമായിട്ട് മാറാമായിരുന്നു. കുറേ കൂടി ഇപ്പോൾ ഒരു 30-31 വയസ്സായി എനിക്ക്. ഒരു 10 വർഷം മുന്നേ ഇത് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വേൾഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളൊരു തോട്ട് വന്നു. ആൻഡ് ദെൻ അഗെയിൻ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു കാരാഗ്രഹമാണ്. നമ്മളെ മനസ്സിനെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് കണ്ട സാധനങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ ലിമിറ്റ്സിനെ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദർ ഈസ് നോ ലിറ്ററൽ ലിമിറ്റ്സ് ഫോർ എനിബഡി ഇൻ എനി പെർട്ടിക്കുലർ ക്ലാസ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. വിജയ് സാർ, ഇപ്പം വിമൽ പറഞ്ഞ പോലെ സാറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഇന്ന ജോലി മേടിക്കണം എന്ന് പറയുന്ന ഒരു പ്രഷർ? ഒരു പ്രഷറും ഉണ്ടായിരുന്നു. ഒരു പ്രഷറും ഉണ്ടായിരുന്നു. എന്താണോ ആയിത്തീരുന്നത് അവിടെ എത്തിപ്പെടാന്നുള്ളത്. അപ്പോൾ ജോലിയിലായിരുന്നോ പ്രഷർ? അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് സോ. ആകെ ഒരു പ്രഷർ എന്ന് എനിക്ക് തോന്നിയത് അമ്മ ഒരിക്കലും, ഞാനൊരു കോളേജ് ലെക്ചറായിട്ട് എന്നെ എടുത്തു സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിലും. ഞാൻ UGC ക്ലിയർ ചെയ്തപ്പോൾ എൻ്റെ കസിൻ, അവനാണ് എൻ്റെ മുഖ്യ ഉപദേഷ്ടാവ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. അവൻ 10th ഫെയിലാണ്. അവനോട് പറഞ്ഞു, നീ ഈ കോളേജ് ലെക്ചർ പണിയൊന്നും എനിക്ക് പറ്റിയല്ലോ. അവൻ എന്നെ രാത്രി കൺവിൻസ് ചെയ്തു. ഞാൻ രാവിലെ റിസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ ഒരു 4-5 ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്ന് ഞാൻ പിന്നെ അറിഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ ഇല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രഷർ ഉണ്ടായിരുന്നു. ബാക്കി അവർക്ക് അറിയില്ല ഞാൻ അടിക്കാൻ പോകുന്നത്. ഈ കാശ് കടം കൊടുക്കൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അവർക്ക് ടൈറ്റ് ആകുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കാശ് ഒരെണ്ണം പോലും തിരിച്ചു തരാറില്ല. ആരോടും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, പോലീസുകാർക്ക് പൈസ തിരിച്ചിരുന്നില്ല. സാറ് കൊടുത്തിട്ട് പോലും സാറിന് തിരിച്ചു കൊടുത്തിട്ട് പോലും കൊടുത്തിട്ട് തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആരോട് പറയും, നന്ദി ആരോട് പറയേണ്ടതെന്ന് വെച്ച മാതിരിയാണ്. ആരോട് പറയുന്നുള്ളൊരു പ്രശ്നം. ഞാൻ സീരിയസ്ലി പറയാം, ഇത് ആരൊക്കെയോ കേൾക്കുന്നുണ്ട്, അവർക്കൊക്കെ അറിയാം. തുമ്മയായിരിക്കും. അപ്പോൾ അവര് നമ്മളോട് പറയും, സാർ ഞാൻ വരുന്ന വെള്ളിയാഴ്ച 3 മണിക്ക് മുമ്പ് വരും. 2019 കിട്ടിയവർ വാങ്ങിച്ചവരുണ്ട്. വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വിഷമം പറയുമ്പോൾ നമ്മളടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു തുകയാണെങ്കിൽ നമ്മൾ കരുതും കൊടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ. തെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരില്ല. കാരണം
അവനായിട്ട് ഞാൻ എന്തിനാ വെറുതെ പിന്നീട് ഒരു വിഷമം തോന്നുന്നു. അവർ യൂണിവേഴ്സൽ ഡയലോഗ് സീരിയസ്ലി ഐ തിങ്ക് ജനറലി ഒരു പക്ഷേ എൻ്റെ ഒരു ജോബിൻ്റെ കമ്പൽഷനും ആയിരിക്കണം. കാരണം മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ പരാതി പോയി പറയാം, വേണമെങ്കിൽ വേറെ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. നമ്മളത് ചെയ്യുന്നത് ഒരു എൻ്റെ പോലീസിങ് എന്നുള്ള ജോലിക്ക് ശരിയല്ല എന്നുള്ളൂ. പിന്നെ സത്യത്തിൽ തരാത്തൊക്കെ ഒരു ജെന്യുവനായ റീസൺ ഉണ്ട്. മനസ്സിലായി. അവിടെ എങ്ങനെയാണ് മാം ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സീനിയർ എനിക്ക് നൽകിയ ഉപദേശമാണ്. അതായത് അപ്പോൾ സ്വയം സമ്പാദിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് ഇൻറ്റേൺഷിപ്പിൽ നമുക്കൊരു സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു സമയം 7,000-8,000 രൂപ എന്തുവാണ് ആ സമയത്ത്. അവിടെ ഞാൻ CMC വെല്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ അത്രയ്ക്കേ ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ ആ വാങ്ങിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സീനിയർ എനിക്ക് നൽകിയ ഉപദേശമാണ്, ആരെങ്കിലും പൈസ കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുക, അത് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് തരണ്ട എന്നങ്ങ് പറയുക എന്ന്. അതുകൊണ്ട് അത് എപ്പോഴും പാലിച്ചിട്ടുണ്ട്. കൊടുത്തിട്ട് തിരിച്ച് തരണ്ടെന്ന് പറയാം അല്ലേ, വെച്ചോളൂ. അതെ, വെച്ചോളൂ. അങ്ങനെ അതിനുള്ള ഒരു സ്രോതസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നോട് പറഞ്ഞു. ഞാനത് ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ പറയുന്ന പ്രഷറും ടെൻഷനും നമുക്കില്ലാണ്ടാവും. അതാണ് അതിൻ്റെ ഏക ഗുണം എന്ന് പറയുന്നത്. കിട്ടിയില്ലല്ലോ തിരിച്ച് കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ നമുക്കില്ല. കൊടുക്കുമ്പോൾ തന്നെ ഇത് ഞാൻ കൊടുക്കുകയാണ്, പൈസ കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. സഹായത്തിന് പൈസ കൊടുക്കുകയാണ് എൻ്റെ കയ്യിലുള്ളത്, കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്തു. ഓക്കെ, അടിപൊളി. വിമല ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ചുമ്മാതൊന്നും നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഹെൽപ്പ് വേണം. ഇതൊക്കെയാണ് എങ്ങനെയാണ് ആ കാശ്? അതാണ് ഒരു ഫണ്ടമെന്റൽ മിസ്റ്റേക്ക്. സ്പെസിഫിക്കലി എല്ലാ ആളുകളും ചിന്തിക്കുന്നത് കമ്പനി തുടങ്ങുമ്പോൾ ഒരുപാട് പൈസ വേണം. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ബീങ് എ യൂത്ത് ആൻഡ് സ്റ്റഡിയുടെ പെർട്ടിക്കുലർ സബ്ജക്ട്, നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് വിച്ച് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ക്യാപിറ്റൽ. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീധർ വീംബോ. ഹീസ് ആക്ച്വലി എ ബില്യനെയർ. ലൈക്ക് അത്രയും പൈസ ഉള്ള ഒരു വ്യക്തിയാണ്. അഗെയിൻ ഹീ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഓൾസോ ഫ്രം എ വെരി മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ദെൻ ഐ ആസ്ക്ഡ് ഹിം വൺസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഹീ ഈസ് ഹാവിങ് ലോട്ട് ഓഫ് പ്രോഫിറ്റ് എവറി ഇയർ, 30-40% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കമ്പനി ഈസ് ഡൂയിങ് അറൌണ്ട് 7,000+ റവന്യൂ. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് യു ക്രിയേറ്റ് എ ഗൂഗിൾ ഫ്രം ഇന്ത്യ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പൈസ അല്ല ഫസ്റ്റ് മാറ്റർ. This should be a person who should able to go through that particular hustle and take decisions and make that company a winning. അപ്പോൾ അതാണ് for those kind of a people a great capital, and we had that. ആ ഒരു ക്യാപിറ്റൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു as youngsters. We started our company just after college. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Actually value comes from demand and supply. For these people who are VCs, venture capital investors, they have tremendous amount of money sitting in their normal accounts, and they do not have people to invest so that they can grow and grow their fund also. അപ്പോൾ അവിടെയാണ് ഡിമാൻഡ് കൂടുതലുള്ളത്, സപ്ലൈ കുറവുള്ളത് ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഇഫ് വി ക്യാൻ ഫിൽ ദാറ്റ് ഏരിയ ബൈ ടേക്കിംഗ് റിസ്ക് ആൻഡ് ഷോ അതർ പീപ്പിൾ ദാറ്റ് വി ക്യാൻ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ അറ്റ്ലീസ്റ്റ് മിനിമൽ ഇൻഫർമേഷൻസ് in a correct way, that is one of the greatest assets that we are having, and we just used it. അല്ലാതെ നമ്മൾ കുറേ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കമ്പനിയിൽ. ആൻഡ് then from that it's grown. That's how it's happened. എപ്പോഴെങ്കിലും ഈ ബിസിനസ് ആയാലും ചിലർ അല്ലാത്തവരായാലും ഈ ക്യാഷ് റോൾ ചെയ്യാറുണ്ട്. കയ്യിൽ കാശ് ഉണ്ടായിരിക്കും, എന്നാലും ഒരു സേഫ്റ്റിക്ക് ക്യാഷ് റോൾ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ റോൾ ചെയ്ത് അപ്പം തന്നെ കൊടുക്കും. അങ്ങനെ റോളിംഗ് പരിപാടിയെല്ലാം ബിസിനസ്സിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ എക്കണോമി ഈസ് എ കൈൻഡ് ഓഫ് റോളിംഗ്. ആ റോളിംഗ് ഉണ്ടാകുമ്പോഴാണ് വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇൻഫാക്ട് ചില റോളിങ്ങിന് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇറ്റ് ജസ്റ്റ് ആൻ ഐഡിയ, ആൻഡ് ഫോർ ദാറ്റ് ഐഡിയ വി ആർ ടേക്കിംഗ് സം എമൗണ്ട് ഓഫ് മണി ആൻഡ് ദെൻ വി ആർ ഗിവിങ് സം എമൗണ്ട് ഓഫ് ഷെയർസ് ടു ദം. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയാണ് അവിടെ പൈസ റോൾ ചെയ്തു, അതുകൊണ്ട് അതന്നെയാണ് ആക്ച്വലി അവിടെ നടന്നത്. ആൻഡ് ദെൻ ദിസ് ഹാസ് ടു റോൾ ഇൻ ടു അനദർ എ ലോട്ട് ഓഫ് തിങ്സ് ക്രിയേറ്റിംഗ് വാല്യൂ, and from that further values are generated. അപ്പോൾ in fact that is a rolling. And again ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു പെർട്ടിക്കുലർ സ്റ്റെബിലിറ്റി നടത്തി കിട്ടിക്കഴിഞ്ഞാൽ and then we should use a different kind of sources. അപ്പോൾ ഇതിൽ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഞങ്ങൾക്ക് വരലുണ്ട്. അതായത് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന്. അത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് തീർക്കണം എന്നുള്ള ഒരു രീതിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ ആക്ച്വലി ദിസ് ഈസ് ഹൗ നോർമലി മിഡിൽ ക്ലാസ് തിങ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആസ് എ കമ്പനി ഇനീഷ്യലി ഞങ്ങൾക്ക് ഒരുപാട് ലോൺ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. വി വർ ട്രൈങ് ടു ടേക്ക് ദ ഇക്വിറ്റി മോർ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ കോസ്റ്റ്ലിയസ്റ്റ് ക്യാപിറ്റലാണ്. കാരണം യു ഷുഡ് ഗീവ് എ പെർസെൻറ്റേജ് ഓഫ് യുവർ കമ്പനി
to that particular person for taking that loan because of you are not able to take the risk. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് പകരം ഇപ്പോൾ റീസെൻ്റ്ലി വി ഹാവ് ഡൺ എ ഗുഡ് ഷിഫ്റ്റിംഗ് ആൻഡ് നൗ ഐ തിങ്ക് ഇന്ത്യൻ എക്കണോമി ഈസ് വെരി ഫ്രണ്ട്ലി ടു സ്റ്റാർട്ടപ്സ്, MSMEs and all that, and they are giving particular loans specifically to grow companies. അപ്പോൾ ഇപ്പോൾ a lot of funding is also taking from loans where those kind of loans will fund most of our working capital requirement, like ഇപ്പോൾ പർച്ചേസ് ഓർഡർ വന്നാൽ ഡെലിവറി ചെയ്യാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ദാറ്റ് ഈസ് ഹൗ റോളിംഗ് ഹാസ് ടു ഹാപ്പൻ. ദാറ്റ്സ് ഹൗ വി ക്യാൻ മൂവ്. ആൻഡ് ഇത് ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതിങ്ങനെ കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ചെറിയ എമൗണ്ടിൽ നിന്ന് തുടങ്ങി അത് വലിയ എമൗണ്ടിലേക്ക് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയിലാണ് അതിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഇക്കോണമിയും ലോൺ എടുക്കുന്നതും ഒക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും മധ്യവർഗത്തെക്കുറിച്ച്, മധ്യവർഗം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ വിമലിനെ പോലെ ഇൻവെസ്റ്റേഴ്സ് ആകാൻ പോകുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. ഈ ലോകം കാണുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് മധ്യവർഗ ഉപഭോക്താക്കളുടെയാണ്. അപ്പോൾ മാറ്റ് ഹെയ്ഗിൻ്റെ റീസൺസ് ടു സ്റ്റേ അലൈവ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഒരു ചെറിയ പുസ്തകമാണ്. അതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ദ വേൾഡ് ഇസ് ഇൻക്രീസിംഗ്ലി ഡിസൈൻ ടു ഡിപ്രസ് അസ്, ഹാപ്പിനെസ് ഇസ്ൻറ്റ് വെരി ഗുഡ് ഫോർ ദി ഇക്കോണമി എന്നുള്ളത്. നമ്മൾ എന്തൊക്കെയാണോ മധ്യവർഗത്തിൽ പെടുന്ന നമ്മൾ ഓരോ ഉപഭോക്താവും എന്തൊക്കെയാണോ അതൊന്നുമല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത് നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകാൻ എന്ന് ഈ ലോക മാർക്കറ്റ്, ലോക വിപണി എന്നുള്ളത് നമ്മളെങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് കൂടുതൽ ചിലവഴിപ്പിക്കുകയാണ് ശരിക്കും മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതിപ്പോൾ ടൂത്ത് പേസ്റ്റ് മുതൽ നമ്മുടെ ശ്വാസം മുതൽ നമ്മുടെ മുടിയുടെ നിറം മുതൽ നമ്മുടെ തൊലിയുടെ നിറം മുതൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാ കാര്യത്തിനും നമ്മുടെ കയ്യിലുള്ളത് അത്ര പോരാ. ഇതുണ്ടെങ്കിൽ നിങ്ങൾ സന്തുഷ്ടരാവില്ല. യു കനോട്ട് ലീഡ് എ ഹാപ്പി ലൈഫ് വിത്ത് വാട്ട് യു ഹാവ് അറ്റ് ഹാൻഡ് എന്നുള്ളത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ശരിക്കും ഈ ഇക്കോണമിയിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ബൂസ്റ്റ്. ഈ മധ്യവർഗത്തിലുള്ള പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ് റോൾ ചെയ്ത് കടമെടുത്തൊക്കെ വാങ്ങിക്കുന്ന ഈ പൈസയെ കൊണ്ട് ചിലവഴിപ്പിക്കുന്നത് നമ്മുടെ കോസ്മെറ്റിക് ക്രീംസിലും നമ്മുടെ ഹെയർ ഡൈസിലും ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന പിസ്സയിലും ചോക്ലേറ്റിലും ഒക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ശരിക്കും ലോകം മൊത്തം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോലത്തെ രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ഈ മധ്യവർഗത്തിലുള്ള ആളുകൾ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ലോക വിപണിയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മധ്യവർഗത്തിൽപ്പെട്ടവരാണ്. കാരണം നമ്മളാണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് വിമല സംസാരിച്ചപ്പോൾ എൻ്റെ പഴയ എഞ്ചിനീയറിംഗ് ലൈഫ് ഞാൻ 2.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. അത് എഞ്ചിനീയറിങ്ങിന് സപ്ലൈ കൂടുമ്പോലെ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരും പോലെയായിരുന്നു. 4 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത് 4.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു, അത് സ്ട്രഗിൾ ചെയ്ത് അടച്ചു. എനിക്ക് ജോലി കിട്ടുന്നു, ഞാൻ അതിൽ അടയ്ക്കുന്നു. പക്ഷേ ഞാൻ ലോൺ എടുക്കാനേ പോയിട്ടില്ല. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. പേടിയാണ് ലോൺ. വീട് വെക്കാൻ എടുക്കും. ഓക്കെ, ശരി, ഓർമ്മിപ്പിച്ചു. സാറിന് എത്ര EMI ഉണ്ട് ശരിക്കും? ഒരു ക്യൂരിയോസിറ്റി അറിയാൻ. ഇല്ല, ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ വിമല് പറഞ്ഞു കേട്ടിട്ട് പോയി ലോണൊന്നും വാങ്ങിച്ചു കളയണ്ട കേട്ടോ. കാരണം ഈ വിമല് പറയുമ്പം വിമലിന് ഹാഡ് എ പ്ലാൻ ടു ഇൻവെസ്റ്റ് ആൻഡ് ഏൺ മണി ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് റീപേ ഇറ്റ്. നിങ്ങളിത് കേട്ടിട്ട് നാളെ പോയിട്ട് ലോൺ എടുക്കും, എന്നിട്ട് വേറെ പണ്ട് IRDP ലോൺ പോലെയാണ്, പശുവിനെ വാങ്ങിക്കും, ആ പശുവിനെ വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, കല്യാണം നടത്തും. അങ്ങനെ പല പരിപാടികളും നടത്തിയിട്ട് ചെയ്തിരിക്കുന്ന കൺസെപ്ഷന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യലാണ് ജനറലി മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ്. ദേ ആർ ദ സ്പെൻഡേഴ്സ് ഫോർ ദ കൺസ്യൂമർ ആസ്പെക്ട്സ്. അത് ഒരിക്കലും ഇൻകം ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ വരവിനെ കണക്കാക്കിയിട്ട് ചിലവഴിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കൂട്ട ആത്മഹത്യകളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ്, ദീസ് പീപ്പിൾ ഫീൽ ടു ടു ഫോർസീ ദി റീപേയ്മെൻറ്റ് സച്ച് തിങ്സ്. ഞങ്ങളത് റെഗുലർലി കാണുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ. എനിക്ക് എൻ്റെ ഒരു പ്രശ്നം അത് ഭാര്യ ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ശമ്പളത്തിലാന്ന് കൃത്യമായിട്ട് അറിയാറില്ല. സീരിയസ്ലി ഇപ്പോഴും അറിയില്ല. കാരണം പുള്ളിക്കാരി പറയും ഞാൻ അത് എൻ്റേത് ശ്രദ്ധിക്കണമല്ല, പുള്ളി നന്നായി ഡീസൻ്റായി ചിലവഴിക്കുന്നതുകൊണ്ടാണ്. I think I have 2 loans, housing loans, but it is not a hustle, മറ്റൊരു ബിഗ് എൻ്റെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല. അത് പിന്നെ സാലറി ആയിട്ട് എന്നെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ അറിയാറുമില്ല പോകുന്നത്. ബാക്കി കിട്ടുന്നത് കൂടി ചിലവഴിക്കുന്ന പ്ലാൻ ചെയ്താൽ മതിയല്ലോ എന്നാണ്. ബട്ട് ഐ ആം സഫീഷ്യൻ്റ്ലി റിച്ച് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ ആം ഗെറ്റിംഗ്. അപ്പോൾ വെരി സീരിയസ്ലി ഐ എം വെരി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദാറ്റ് റെസ്പെക്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് മച്ച് ഫിനാൻഷ്യൽ കൺസേൺ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് the volume of money, it is the self sufficiency I felt out of my money. അപ്പം ഇത് ഒരു
ഒരു പ്രോബ്ലമാണ് നമ്മളുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം. വേർ ടു ഫിക്സ് അവർ നീഡ്സ് എന്നുള്ളത്. നമ്മൾ ഈ അൺലിമിറ്റഡ് വാൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ അറിയുന്നതല്ലാണ്. ഇത് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വലിയ ക്രൈസിസ് മിഡിൽ ക്ലാസ്സിനുണ്ട്. ഈ ഒരു റിയലൈസേഷൻ ഇല്ലായ്മ ഉണ്ടാക്കുന്ന ഒരു സം സോർട്ട് ഓഫ് മറ്റുള്ളവരെ അനുകരിക്കുക, നേരത്തെ ദിവ്യ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള അപാരമായിരിക്കുന്ന ഒരു പലതിനോടുള്ള ഒരു ആർത്തി, ശരിക്കും ഒരു സം സോർട്ട് ഓഫ് ബാലൻസ് ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലൈഫ് വിൽ ബി വെരി ഈ എന്താണ് ഞാൻ അതുകൂടി പറഞ്ഞത്, ഹാപ്പിനെസ്സിൻ്റെ ഒരു കോഷ്യൻ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റിസോഴ്സസ് നമ്മൾ മേലെ നമ്മളുടെ ഒരു സെറ്റ് ഓഫ് ഡിമാൻഡ്സ് വെക്കുക, താഴെ നമ്മൾ അവൈലബിൾ റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, റിസോഴ്സസ് പരിമിതമായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് വാട്ട് ദ പുവർ പ്രോബ്ലം ഇറ്റ്സ് സീരിയസ്ലി. ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യർ സ്വതന്ത്രമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പണിതുന്ന തടവറകൾ, പിന്നെ ഐശ്വര്യ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉള്ള ഈ ഇത്രയും മാർക്കറ്റിൽ ഈ അഡ്വർടൈസ്മെന്റ് വിമല പോലെയുള്ള ആളുകൾ അൽഗോരിതം ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാം വി ആർ ആക്ച്വലി ടോട്ടലി സോൾഡ് ഓഫ്. യുവർ മൈൻഡ് ഈസ് ബീൻ റെഡ് ബൈ ദ അൽഗോരിതം. ഇറ്റ് വിൽ പോപ്പ് അപ്പ് യുവർ മൈൻഡ്സ്. ലിപ്സ്റ്റിക് വേണോ, അല്ലെങ്കിൽ യു വാണ്ട് ദാറ്റ് വൺ, ദിസ് വൺ, ഓൾ ദിസ് വിൽ കം അപ്പ് ആക്ച്വലി. സോ വി ആർ വെരി ഹാപ്പി ടു റിസീവ് ഇറ്റ്. സോ ദാറ്റ് വേ വി ആർ ആക്ച്വലി ബീൻ. നിങ്ങളൊക്കെ പറയും ഞങ്ങൾ സ്വതന്ത്രരാണെന്നൊക്കെ. Almost everyone has been completely sold, and our mind also been hacked by the especially now the generative AI and all, entirely hacked by the system. So but that doesn't mean that it is hopeless. There are still many ways to live happy. അത് ശരിക്കും നമ്മൾ ജനിപ്പിക്കുന്ന ഒരു, സാർ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു ദുരഭിമാനമുണ്ട് പലപ്പോഴും. ഈ ദുരഭിമാനത്തെ മറയ്ക്കുവാനാണ് നമ്മൾ ഈ എഴുതാപ്പുറങ്ങൾ വായിക്കുന്നതും അല്ലെങ്കിൽ എട്ടാക്കനികൾ എടുക്കുവാനുമുള്ള ഒരു ഓട്ടപ്പാച്ചിൽ നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു ചെറിയൊരു രഹസ്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കി, ദുരഭിമാനം എന്നുള്ള ആ ഒരു എലിമെൻ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്ന് മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഉപരിവർഗത്തിലേക്ക് കടക്കാനുള്ളൊരു മോഹം എന്നുള്ളത് എല്ലാ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കും സ്വാഭാവികമായി സമൂഹം ഇങ്ങനെ ജനിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു വിത്താണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പോൾ പലപ്പോഴും ഈ ഉപരിവർഗത്തിലേക്ക് കടക്കുവാനായി നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നവരെല്ലാവരും തന്നെ നേരായ വഴിയിലൂടെ സഞ്ചരിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, സാറിപ്പോൾ കയ്യിൽ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ശമ്പളം എന്നുള്ളതിൽ എങ്ങനെയാണ് തൃപ്തനാണ് എന്ന് പറഞ്ഞതുപോലെ അതിൽ അതിമോഹമില്ലാതെ ജീവിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പല സാഹചര്യങ്ങളാൽ കഴിയാത്തവർ, അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തവരായിട്ടുള്ളവർ പലപ്പോഴും ഈ കുറുക്ക് വഴികൾ തേടാറുണ്ട് ഈ ഉപരിവർഗത്തിലേക്ക് പോകാനായിട്ട്. ആ കുറുക്ക് വഴികളെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതിപ്പോൾ പിന്നെ അന്ധവിശ്വാസമാകാം, അഭിചാരക്രിയയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗാംബ്ലിംഗ് ആകാം, എന്തുമാവാം. പക്ഷേ ഒരുപാട് കുറുക്ക് വഴികളിലൂടെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ തടവറകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴൊക്കെയോ ആയിട്ട് പലരുടെ മനസ്സിലും ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ സമ്മർദ്ദം എന്നുള്ളത് ശരിക്കും ഒരു കുരുക്കായി മാറുന്നത്. ഇതിലേക്ക് ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, സാറ് പറഞ്ഞ മാതിരി തന്നെ ലോൺ എടുത്തിട്ട് നമ്മൾ അസറ്റിൽ കൊണ്ടിടാൻ, അല്ലാതെ പിന്നെയും പെനാൽറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. അപ്പോൾ ആക്ച്വലി ലോൺ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിവോൾവ് അറൗണ്ട് മിഡിൽ ക്ലാസ്. റിച്ചിന് ലോൺ വേണ്ട, പൂറിന് ലോൺ കൊടുക്കില്ല, മിഡിൽ ക്ലാസ്സിന് മാത്രമായിരിക്കും ലോൺ കിട്ടുക. ആൻഡ് ദെൻ ഹൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്. ലോൺ എടുക്കാനല്ല ഞാൻ സജസ്റ്റ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പെനാൽറ്റീനേക്കാളും കൂടുതൽ കുറവാണ് ലോൺ എന്നുള്ളത്. അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നോക്കുമ്പോൾ യു ഷുഡ് ഫിനാൻഷ്യലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട് ആൻഡ് ദെൻ ഇൻവെസ്റ്റ്. ഇതിലൊരു ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഫിനാൻഷ്യൽ ലിറ്ററസി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വി ആർ നോട്ട് റിയലി ടീച്ചിങ് അവർ സ്റ്റുഡൻസ് അബൌട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി. ആൻഡ് ദിസ് ഈസ് വൈ ഈ EMI എന്ന് പറഞ്ഞ മൂന്നാമത്തെ ട്രാപ്പ് വരുന്നത്. ഐ സീ ദിസ് ആസ് എ ന്യൂമറസ് സൈക്കിൾ ഇൻ ലോട്ട് ഓഫ് ദ ഫ്രഷേഴ്സ് വിച്ച് കംസ് ഇൻ ടു അവർ ഓർഗനൈസേഷൻ.
ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദേ വിൽ ടേക്ക് EMI ആൻഡ് നല്ല വണ്ടി, നല്ല ഡ്രസ്സ്, നല്ല മൊബൈൽ ഫോൺ, ഇതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ മാരേജ് ആകുമ്പോഴേക്കും പിന്നെയും കുറേ കടം അതും റോൾ ചെയ്ത് ഇതൊക്കെ റോൾ ചെയ്ത് പുതിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വെച്ചിട്ട് വിടുക. എന്നിട്ട് ഇതിന്ന് അവർ കയറാൻ ഒരു 5-6 വർഷത്തോളം ഫുൾ സ്ട്രഗിൾ. പക്ഷേ നോർമലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ 5-6 വർഷം ആകുമ്പോഴേക്കും ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു ബേസിക് അവർ പഠിക്കും, പിന്നെ അവർ സേവിങ്സ് തുടങ്ങും. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ആദ്യം കിട്ടുവാണെങ്കിൽ ഈ ഒരു ട്രാപ്പിൽ പോയിട്ട് നമ്മൾ പെടാറില്ല. അപ്പോൾ എൻ്റെ ബ്രദർ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹി വാസ് ഡൂയിങ് ദിസ് റീസൈക്ലിംഗ്. ഒരു ഇതിനെടുത്തിട്ട് അടുത്തേക്ക് കൊടുക്കും, ഒരു കാർഡ് എടുത്ത് മറ്റേ കാർഡ് കൊടുക്കും, ഇങ്ങനെ ലിങ്ക് ചെയ്ത് അതിലെവിടെയെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് പോയാൽ അഗെയിൻ ദ ക്രെഡിറ്റ് കാർഡ് റിട്ടേൺസ് ഒക്കെ പിടിക്കുന്നതൊക്കെ ഭയങ്കര വലിയൊരു എമൗണ്ട് ആയിരിക്കും. ആൻഡ് ദേ നോ ദ സിസ്റ്റം നോ ഓൾസോ യു വിൽ മിസ് ഇറ്റ്. അതാണ് അവരുടെ മേജർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കളക്ഷൻ ഓൾസോ. പിന്നെ അത് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ല. നമ്മൾ ഏതൊരു പ്രൊഫഷനാണ് നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവരെ സംബന്ധിച്ചോളം എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ബിസിനസ്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു റവന്യൂ ജനറേഷൻ എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ നോക്കാം, മറ്റത് മിനിമൈസ് ചെയ്യാൻ നോക്കാം. പക്ഷേ പലപ്പോഴും നമ്മളൊരു എംപ്ലോയി ആയിരിക്കും, വർക്കർ ആയിരിക്കും, ബിസിനസ്സുകാരൻ്റെ ആസ്പിറേഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ക്രൈസിസ് ഒന്ന് വരുന്നത്. രണ്ടാമത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീടുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല, നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങളിൽ എത്രണ്ണം നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പലതും അക്വയർ ചെയ്യുന്ന സ്പിരിറ്റ് എന്തിനില്ല, നമുക്ക് യൂസ് ചെയ്യാനില്ല ബേസിക്കലി. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ വേസ്റ്റ് ജനറേഷനൊക്കെ നമ്മൾ മാഡത്തിനൊക്കെ കൂടുന്നത്. കാരണം എന്താണ്, ഈ റീസൈക്ലിങ്ങോ റീയൂസോ ഒന്നുമില്ല. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിനാൻസ് സേവ് ചെയ്യും. പുസ്തകങ്ങൾ ഉൾപ്പെടെ അത് ശരിയാണ്. നിങ്ങൾ വാങ്ങിക്കൂട്ടുക അല്ലാതെ വായിക്കുന്നവർ കുറവാണെന്നുള്ള. സാറ് നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ സാലറി ഇപ്പോഴും അറിയില്ല, പക്ഷെ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി സാർ, അത് കേട്ട തൊട്ട് ഉള്ളിൽ നിന്നൊരു സാറിൻ്റെ ഫസ്റ്റ് ജോലിയിലെ ആ ഒരു സാലറി സാറിന്, അല്ലെങ്കിൽ നിങ്ങളുടെ 3 പേരുടെയും ആ ഒരു. എൻ്റെ ഫസ്റ്റ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ. ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 15 വയസ്സോ 16 വയസ്സോ വരുമ്പോൾ ഞാൻ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒന്നിച്ച് നിർത്തിയ ആളാണ് സീരിയസ് ആയിട്ട്. കാരണം എൻ്റെ ബ്രദേഴ്സെല്ലാം, എൻ്റെ അച്ഛനൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ, ബ്രദേഴ്സൊക്കെ കൃഷിയൊക്കെയാണ്. അപ്പോൾ അന്നൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുമ്പ് തന്നെ എന്ത് ചെയ്യും, ജോലിക്ക് പോകും. അന്ന് അച്ഛൻ 1 രൂപ തരുന്ന മുതൽക്ക് തുടങ്ങിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശമ്പളം വാങ്ങൽ. അപ്പോൾ 1 രൂപ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും തുടങ്ങി ഗ്രാജുവേറ്റ് ചെയ്ത് എൻ്റെ ഒരു സങ്കല്പം തന്നെ യൂത്തിനോടുള്ള എന്താ വെച്ചാൽ, നമ്മൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം ചോദിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എത്ര അവേഴ്സ് കിട്ടും എന്നുള്ള. കേരളത്തിലോ ഇന്ത്യയിലോ അത് ബാധകമല്ല. അത് നമ്മൾ ഒരു അതർ സ്റ്റേറ്റുകാർ വേണം. 25 ലക്ഷം കോടിയുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുകയും ഏൺ ചെയ്യുക, ആ ഒരു കൾച്ചറിലാണ് ഞാൻ ചെയ്തത്. ഐ തിങ്ക് ഞാൻ എൻ്റെ ഫാമിലിയെ, എൻ്റെ അച്ഛനമ്മയോ എൻ്റെ പഠനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സഹായിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ഞാൻ അവരെ അങ്ങോട്ട് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാമിൻ്റെ ആ ഫസ്റ്റ് സാലറിയിൽ മാമിന് കുടുംബം മൊത്തം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു. അല്ലേ, ഞാനത് പറഞ്ഞു, ഞാൻ MBBS കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് സമയത്താണ് ആദ്യത്തെ ശമ്പളം എന്നുള്ളത് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ സ്കോളർഷിപ്പ് ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു പഠനത്തിനുമുള്ള. സ്റ്റേറ്റിലെ സ്കോളർഷിപ്പ് ആണെങ്കിലും പിന്നെ SSLCയിൽ റാങ്ക് കിട്ടിയതിന് ശേഷം പഠനത്തിനുള്ള സ്കോളർഷിപ്പ് ആണെങ്കിലും, അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ള ഒരു സംഭവം പിന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്ന സമയം വരെ അതും ഉണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റൈഫൻഡും കിട്ടിയിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ശമ്പളം എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8,800 രൂപയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെല്ലൂരിൽ ഇപ്പോഴും തന്നെ സാധാരണയുള്ള ഒരു മാർക്കറ്റ് റേറ്റിൽ എന്താ പറയുക, ഒരു ഡോക്ടർക്ക് കിട്ടുന്നൊരു ശമ്പളമല്ല വെല്ലൂരിലുള്ളത്. കാരണം അതൊരു മിഷൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ആതുര സേവനം എന്നുള്ളതും പരോപകാരം എന്നുള്ളതും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അവിടെ ഞങ്ങളെ വളർത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സമ്പത്തിനോട് അല്ലെങ്കിൽ ശമ്പളത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആകെ മൊത്തം മാറ്റിമറിക്കുന്ന ദിവസങ്ങളും പരിശീലനമൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഇപ്പോഴും IAS ആയി എന്ന് പറയുമ്പോഴും ആളുകൾ ആദ്യം വിചാരിക്കുക IAS IPS എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശമ്പളമൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളെ വിഷമം ചിരിച്ച് കളയണം. അല്ല, അത് വിഷമമല്ല. സാർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങളോടുള്ള ഒരു മമതയും നിർമ്മമതയും എവിടെ വെച്ചാണ് നമ്മൾ തിരിച്ചു കാട്ടേണ്ടത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ, ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാചകം തന്നെയാണ് അതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള രൂപം എന്ന് എനിക്ക് തോന്നുന്നു. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവ്രി വൺസ് ഗ്രീഡ് എന്നുള്ളത്. അത് സാമൂഹികമായിട്ടുള്ള നമ്മുടെ കോമൺ റിസോഴ്സസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പൊതു സ്രോതസ്സുകളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന
സ്രോതസ്സുകളാണെങ്കിലും രണ്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എവിടെയാണ്, എന്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാനുള്ളൊരു അവകാശമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാത്രം നമ്മൾ മാറുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഈ ആർത്തിയിലേക്ക് നമ്മൾ കടക്കും എന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു കുറച്ചുകൂടെ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഇതേ ഒരു കാഴ്ചപ്പാട്, ഇതേ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതേ ഒരു മനോഭാവം മധ്യവർഗത്തിന് സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിലും ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മധ്യവർഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് നഗരവൽകൃതമായിട്ടുള്ള മധ്യവർഗം എന്ന് നമ്മൾ പറയുമ്പോൾ സാമൂഹിക പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ഒന്നും ഏർപ്പെടാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് കരുതി ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ താഴെത്തട്ടിലുള്ള ആളുകൾക്കുള്ള ക്ഷേമപ്രവർത്തികൾ ഉണ്ടാവണം. ഈ സമ്പന്നർ എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഏത് തരത്തിലാണ് നയങ്ങൾ രൂപീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ ശ്രദ്ധാലുക്കളായിരിക്കും. ഈ മധ്യവർഗത്തിൽപ്പെട്ടവർ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഗവർണൻസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് എഫക്ട്സ് മീ എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ പലപ്പോഴും ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു മനോഭാവത്തിലും ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഈ ചങ്ങലകളെ മുറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും എൻ്റെ പ്രശ്നം നിൻ്റെയും പ്രശ്നമാണ്, നിൻ്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമാണ് എന്നുള്ള ഒരു തിരിച്ചറിയലിലൂടെയാണ് നമ്മൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നത്. ഞാൻ മാത്രം എൻ്റെ പ്രശ്നം ഇരുന്ന് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പരിഹരിക്കത്തില്ല. അപ്പോൾ ആ ഒരു പൊതു ഇടപെടലുകൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ മധ്യവർഗത്തിൽ കുറച്ചുകൂടെ ഒന്ന് വർദ്ധിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഞാനിവിടുത്തെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കനം കൂടിയതുകൊണ്ടല്ല ഞാൻ ഹാപ്പി. ഐ ഫീൽ ഐ ആം ഹാപ്പി, ദാറ്റ്സ് ഓൾ. ഐ ഫീൽ ഐ ആം ഹാപ്പി, ദാറ്റ് ഇസ് ഐ ആം വാട്ട് എവർ ഈസ് അവൈലബിൾ, ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് വൺ. എനിക്കിങ്ങനെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഇയാളെയൊക്കെ നോക്കുമ്പോൾ ഇയാളെ അക്കൗണ്ടിലൊക്കെ കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട്. പക്ഷേ ഞാൻ അസൂയപ്പെടാതിരിക്കാൻ പരമായി ശ്രമിക്കും. അങ്ങനെ അതിൽ ഇയാൾ കണ്ടില്ലേ, ഇയാൾ പണ്ട് ഈ പറഞ്ഞിരിക്കുന്ന IPS എന്നൊക്കെ ഒന്ന് പരീക്ഷ ചെയ്ത് നടക്കുന്ന അമ്മയും കൊണ്ട് വല്ല ഏതെങ്കിലും മെഷീൻ കണ്ടുപിടിച്ചിരുന്ന ചിലപ്പോൾ ഇയാളെ മാതിരി ഒരു ലോകപ്രസിദ്ധമായ ബിസിനസ്സുകാരനായ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം എന്തായാലും വൺസ് എൻ്റർ ഇൻ ടു മൈ മൈൻഡ് ദെൻ ഐ വിൽ ബി ഇൻ ട്രബിൾ. ദ സ്ട്രെസ് എന്നും പ്രഷർ എന്നും പറയുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. If you change your attitude, that is possible. It is within our limit, but very difficult to do it. പൂർണ്ണമായി യോജിക്കുന്നു അതിനോട്. എന്നോട് പലപ്പോഴും ഞാൻ മാഹിന ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴൊക്കെ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ്, വെറുതെ ചിരിക്കുന്നതാണോ അതോ ശരിക്കും സന്തോഷം വന്നിട്ട് ചിരിക്കുന്നതാണോ, ക്യാമറ കാണുമ്പോൾ ചിരിക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പല ഡൗട്ട്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സാറി പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്നും വളർന്നു വരുന്ന ഒരു ജൈവികമായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എല്ലാം കൈവരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷേ സന്തോഷിച്ച് തുടങ്ങിയാൽ ഈ പറയുന്ന നമുക്കിഷ്ടമുള്ള പാതയിലൂടെ പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കാറുണ്ട്. ഉറക്കം വന്ന് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയതിന് ശേഷമേ കണ്ണടയ്ക്കൂ എന്ന് നമ്മൾ ആരും നിർബന്ധം പിടിക്കാറില്ല. കണ്ണടച്ച് കുറച്ച് നേരം കിടക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. നമ്മുടെ മസ്തിഷ്കം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കണ്ണടച്ച് കിടന്നാൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ സാധിക്കൂ. അതുപോലെ തന്നെയാണ് ചിരിക്കുക, സന്തോഷിക്കുക, അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. ആ സന്തോഷം നമുക്ക് തന്നെ സ്വായത്തമാവുകയും ചെയ്യും. എനിവേ നമ്മുടെ ചർച്ച ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂട് കൂടിയ ചർച്ച ഇപ്പോൾ ഈ വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് പേര്, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അവർക്ക് ഞാൻ ചോദിച്ചതുപോലെ നമ്മൾ ചർച്ച ചെയ്തതിലൂടെയും കുറേ അധികം ചോദ്യങ്ങൾ അവർക്കും ചോദിക്കാൻ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് കൈമാറുന്നതായിരിക്കും, നിങ്ങൾക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ വിമൽ സാറിനോടാണ്. എൻ്റെ ഒരു സിദ്ധാർത്ഥതാണ്. സോ ആസ് യൂഷ്വൽ മിഡിൽ ക്ലാസ് എന്താ പറയുക, ഫാമിലി അതിലുള്ള ഒരു ഗ്രഹനാഥൻ ഇല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും പ്രഷർ കുക്കറിന്റെ അകത്ത് സ്റ്റഫ് ആയതുപോലെ. ബട്ട് മൈ ലൈഫ് ഈസ് ലൈക്ക് നമ്മൾ ലിറ്ററലി ടൈം ബോംബ് ബോഡിയിൽ കെട്ടിവെച്ചിട്ട് റൺ ചെയ്യുന്ന ഒരു ഫീലാണ് എൻ്റെ ഒരു. സോ മൈ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ, സോ ഐ ആം ഓൾസോ റണ്ണിങ് എ സ്മോൾ ഏജൻസി.
ഓട്ടോമേഷൻ ഏജൻസി. അപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് ആർക്കും ബൂട്ട് സ്ട്രാപ്പിംഗ് മെത്തേഡ് വഴി ആരും അത്ര അവെയർ അല്ല. ലൈക്ക് എല്ലാവർക്കും മിഡിൽ ക്ലാസ് ആയാലും സോ ദേ ഫീൽ ലൈക്ക് ദേ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് സം സോർട്ട് ഓഫ് ഫണ്ട് ഓർ ലൈക്ക് ബോറോയിങ് ഇല്ലെങ്കിൽ ലോൺ എടുത്ത് ലൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തിങ്ക് ചെയ്തിട്ടുള്ളൂ. ബട്ട് ആരും അവരുടെ ഓൺ സ്കിൽ യൂസ് ചെയ്തിട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നില്ല. സോ വാട്ട്സ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ദാറ്റ്? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ വാസ് തിങ്കിങ് ടേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ എന്ന് ഇതിൽ ചിന്തിച്ചത്. അത് ഒരു മിഡിൽ ക്ലാസ് തിങ്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റിസ്ക് വളരെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക, അതാണ് മിഡിൽ ക്ലാസ് തിങ്കിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായാലും അടയ്ക്കണം. ഇക്വിറ്റി ഈസ് ലൈക്ക് ഇഫ് കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ദ റിസ്ക് ഈസ് വെരി ലെസ്. പക്ഷേ അതൊരു സ്കെയിലബിൾ കോൾ അല്ല. ബിക്കോസ് ഐ സോ എ ലോട്ട് ഓഫ് കമ്പനീസ് ആഫ്റ്റർ ദാറ്റ് they bootstrap themselves. If they are really confident on the business, if they are really confident on their skill, they can measure the risk. And in that, whatever, even അവരുടെ പൈസ തന്നെ ഇട്ടിട്ട് അവർക്കത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് അഗെയിൻ സ്ട്രാറ്റജിക് കോൾ. ഇപ്പോൾ ഈവൻ റിലയൻസും ഇപ്പോൾ പറഞ്ഞ മാതിരി വലിയ വലിയ കമ്പനികളടക്കം ലോൺ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് they see that with this capital they can scale drastically and outsmart competition. It's not because of they need, because of ഈ പറഞ്ഞ മാതിരി മാർക്കറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു കോളാണ്. അപ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ ബാങ്ക് ലോൺസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അഗെയിൻ ഇഫ് യു ഹാവ് എ ഗുഡ് ക്രെഡൻഷ്യൽ ഫോർ ദ കമ്പനി, യു വിൽ ഗെറ്റ് എ കമ്പാരിറ്റീവ്ലി ബെറ്റർ ലോൺ ഓൾസോ, 3-4 times ഓഫ് വാട്ട് യു ഹാവ്. അത് ലോണായിട്ട് കിട്ടും ചെയ്യും ഓൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ക്രെഡൻഷ്യൽ. അപ്പോൾ അഗെയിൻ യു ക്യാൻ യൂസ് loan, you can also use equity, investment amount and all that for scaling the particular company also. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈക്ക് മിഡിൽ ക്ലാസ് ആണ് എപ്പോഴും ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പം നേരത്തെ ആണെങ്കിൽ മാരേജിന് മുന്നേ ചിലപ്പോൾ ഒരു റിസപ്ഷൻ ലൈക്ക് പ്രീ ഇവന്റ് കാണും. ഇപ്പോഴാണെങ്കിൽ ലൈക്ക് ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ മെഹന്തി, ഹൽദി എന്ന് പറഞ്ഞൊരു ഫങ്ഷൻസ് ഉണ്ട്. സോ എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാരും ലൈക്ക് അവർ ട്രെൻഡ് ഫോളോ ചെയ്യാൻ പ്രഷേർഡ് ആവുകയാണ്. അതുപോലെ ഇപ്പം ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ലക്ഷറി പ്രൊഡക്ട്സ് ആയാലും ലൈക്ക് അത് ബില്യനേഴ്സോ മില്യനേഴ്സോ ആയിരിക്കില്ല അത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ആൾക്കാരത് അവർക്കില്ലാത്ത പൈസ സമ്പാദിച്ച് അവരും ലക്ഷറി കാറ്റഗറിയിൽ എലൈറ്റ് ക്ലാസ്സസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അവർ പ്രഷറൈസ്ഡ് ആകുവാണ്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയുള്ള ലൈക്ക് വൈ മിഡിൽ ക്ലാസ് പീപ്പിൾ ലൈക്ക് ട്രെൻഡ് ഫോളോ ചെയ്യാൻ പ്രഷറൈസ്ഡ് ആവുന്നു, അതിന്റെ ഒപ്പീനിയൻസ് വ്യൂസ് ആണ്. ഇതൊരു പുഷ് പുൾ ട്രെയിൻ പോലെയാണ്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റിയത്, എന്നെ ഒരു വളരെ ഫിനാൻഷ്യലി വെൽ സൗണ്ടഡ് ആയിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വെഡിങ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു 5-6 ഉണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വലിയ ബോധർ ചെയ്തില്ല. പക്ഷെ അയാൾക്ക് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, അയാൾ ആരും ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ വി ആർ ആക്ച്വലി, ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് ശരി, നമ്മൾ ആക്ച്വലി വി ആർ ക്രിയേറ്റിംഗ് ട്രെൻഡ്സ് ആൻഡ് വി കംപ്ലൈൻറ്റ് അതേഴ്സ് ട്രെൻഡ്സ് ഓൾസോ. അതേഴ്സ് ആർ സെറ്റ് ദ ട്രെൻഡ്സ് എന്നാണ്. നമ്മൾ വി ആർ എവരി റൈറ്റ് ടു ബ്രേക്ക് ഇറ്റ് ആക്ച്വലി. And that doesn't matter, after 1 year കഴിഞ്ഞ്, ഒരു 6 months കഴിഞ്ഞ്, ചിലപ്പോൾ 2 months കഴിഞ്ഞ് ആരാത് ഓർക്കാൻ പോകുന്നത്? ആളുകൾ വിചാരിക്കണം എന്നെ ഈ 3 കല്യാണത്തിനും വിളിച്ച് ശല്യം ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇപ്പോഴത്തെ ആളുകൾ ബുദ്ധിയിട്ടിരിക്കുന്നത്. സത്യത്തിൽ അല്ലേ? എല്ലാത്തിനും ഞാൻ എത്തണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് വിളിക്കുന്നത്. അതിനെ കണ്ടില്ല എന്ത്, ഇതിന് കണ്ടില്ല എന്താന്നൊക്കെ ചോദിച്ചു. പീപ്പിൾ അറ്റൻഡിങ് ഓൾസോ ദേ ആർ ഓൾസോ ലിറ്റിൽ ബിറ്റ് ഫെഡ് അപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ വി മസ്റ്റ് ചേഞ്ച് അവർ സെൽഫ്. ദാറ്റ്സ് ഓൺലി ദ വേ ഔട്ട്. അതാണ് എൻ്റെ ഒരു പോലീസുകാരൻ്റെ ഭാഷ. ഓക്കെ. സർ, ഞാൻ ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ആണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് അനുസരിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പിശുക്കി ജീവിക്കുന്ന ആളാണ്. എൻ്റെ അപ്പൻ്റെ സ്ട്രഗിൾസ് ഒക്കെ കണ്ടതുകൊണ്ട്. അപ്പം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മിഡിൽ ക്ലാസ്സിൻ്റെ പുഷ് ആൻഡ് പുൾ, അതായത് അവർക്ക് മേ ബി ഇതിനോട് താല്പര്യം, അതായത് ലോൺസ് കാര്യങ്ങളോടുള്ള താല്പര്യങ്ങളുണ്ടാവും, അല്ലാത്ത രീതിക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു ലാസ്റ്റ് എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് ഇത് മിഡിൽ ക്ലാസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ആണ് ഇപ്പൊ എങ്ങനെയാണ് മിഡിൽ ക്ലാസ്സിന് ഇതിനെല്ലാം ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഈ സ്ട്രഗിൾസുകളിൽ നിന്നെല്ലാം ഒന്ന് ഒഴിവാക്കാൻ പറ്റുക? ഇതിൽ നേരത്തെ പറഞ്ഞതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ വിചാരിച്ചൊരു പോയിന്റ് എന്ന് വെച്ചെങ്കിൽ, നല്ലൊരു സെഗ്മെന്റ് ഓഫ് കമ്പനീസ് ഡു ഫോക്കസ് മിഡിൽ ക്ലാസ് സെഗ്മെന്റ്. അപ്പോൾ അവരുടെ മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റിംഗ് ടെക്നിക്സും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ദേ ആർ പുഷിംഗ് ത്രൂ സോഷ്യൽ മീഡിയ ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഈസ് ഓൾ ഇൻ എ വേ ദാറ്റ് മിഡിൽ ക്ലാസിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ്. സോ സൈക്കോളജിയാണ് ഇവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. സാർ വാസ് ഓൾസോ മെൻഷനിങ് ദ സെയിം തിങ്. ആ സൈക്കോളജി ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്താൽ മതി എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഒരാളത് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ മിഡിൽ ക്ലാസിൻ്റെ ഈ ഒരു പ്രശ്നം മോർ ഓർ ലെസ് ഈസ് എൻ ഐഡൻറ്റിറ്റി പ്രശ്നം. അതായത് വാട്ട് ഐഡൻറ്റിറ്റി യു നീഡ് ടു ചൂസ്. അപ്പോൾ യു ആർ തിങ്കിങ് ദാറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരു ഐഡൻറ്റിറ്റി യു മസ്റ്റ് ചൂസ്. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ തന്നെ നേഷൻ്റെ പിതാവ് ഗാന്ധിജി, ഹി വാസ് ആക്ച്വലി ഷോഡ് അസ് ഇൻ എ വെരി ലൈറ്റ് വേ ഓഫ് ലിവിങ്. അപ്പോൾ അതും യു ക്യാൻ ചൂസ്.
ഇഫ് യു വാണ്ട് ടു ചൂസ്. അപ്പോൾ അതിനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് കൺസ്യൂമറിസം വിൽ നോട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കൺസ്യൂമറിസം വിൽ നോട്ട് ബി ഗെറ്റ് പ്രൊമോട്ടഡ്. സോ സോഷ്യൽ മീഡിയ, TV, അഡ്വർടൈസ്മെന്റ്, വാട്ട് എവർ യു സീ വെൻ യു ഗോ outside the road as hoardings and all that, it is trying to promote, even Lulu Mall, where the social places, it's all trying to promote consumerism. അപ്പോൾ അവിടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ആയാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. And be proud about, the happiness is independent of, what all this kind of thing. Be proud about that freedom. ആ ഫ്രീഡത്തിൽ പ്രൗഡ്നെസ് കണ്ടാൽ മതി. And again, I just want to tell, ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഐ എം നോട്ട് ദെയർ, അതർ ദാൻ ലിങ്ക്ഡിൻ, ഐ എം നോട്ട് ദെയർ ഇൻ എനി സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം or Facebook, nothing. Because I find this is that, it put you in that kind of a loop because of that. അല്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ടൂറ് പോകാറുണ്ട്. എനിക്കതിന് വലിയ സമയം കിട്ടായി, പിന്നെ പൈസ ചിലവഴിക്കാൻ പഠിച്ചിട്ടായിരിക്കും. അപ്പം എനിക്ക് മരങ്ങൾ ഇഷ്ടമാണ്, കാടുള്ള സ്ഥലത്ത് പോയി നിൽക്കാം, അവിടെയൊക്കെയുള്ള പോയി നിന്നിട്ട് റിസോർട്ടിൽ പോയി നിൽക്കണം എന്ന് ആഗ്രഹിക്കാം. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എല്ലായിടത്തിലും മരം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ബാൽക്കണീൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാലൊക്കെ വെച്ച് മഴ ചെയ്യുമ്പോൾ ഒരു ചായ ചെയ്യുമ്പോൾ ഇതാണ് ഊട്ടി, പിന്നെ കുറച്ച് ഇതാണ് കൊടൈക്കനാൽ, ചിലപ്പോൾ ഇത് തന്നെയാണ് ആംസ്റ്റർഡാം. അത് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ദിസ് ഈസ് ആംസ്റ്റർഡാം ഫോർ യു. That's all. എനിവേ, എന്തായാലും ഡബിൾ സ്ട്രോങ് കടുപ്പത്തിലൊരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്, പവർഡ് ബൈ കൊശമറ്റം ഫിനാൻസ്. ആൻഡ് എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നമ്മുടെ ഗസ്റ്റുകൾക്ക് ടോക്കൺ ഓഫ് ലവ് കൈമാറുന്നതിനായിട്ട് നമ്മുടെ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ അനിൽകുമാർ സാറിനെ ഞാനിവിടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുമേ P. വിജയൻ സാറിന്.